എല്ലാവർക്കും യേശുവിൻ നാമത്തിൽ വന്ദനം. നമുക്ക് ഓഗസ്റ്റ് മാസം എന്ന അനുഗ്രഹിക്കപ്പെട്ട മാസത്തിൻ്റെ ആദ്യത്തെ തിങ്കളാഴ്ചയിലേക്ക് വരാൻ കർത്താവ് കൃപ തന്നില്ലേ? എല്ലാറ്റിനും വേണ്ടി നാം സ്തോത്രം ചെയ്യുന്നവരാകണം. അതായത് ഒരു ജപ്പാനിലുള്ള ഒരു എഴുത്തുകാരൻ 1990 അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്. നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ നന്ദി പറഞ്ഞുകൊണ്ടാണ് ആ വെള്ളം കുടിക്കുന്നതെങ്കിൽ ആ വെള്ളത്തിൽ ഉണ്ടാകുന്ന ക്രിസ്റ്റലുകൾ ഏറ്റവും മനോഹരമായിരിക്കും. എന്നാൽ വളരെ മോശമായി സംസാരിച്ചുകൊണ്ട് നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ ആ വെള്ളത്തിലെ ക്രിസ്റ്റലുകൾ അതുപോലെ വ്യത്യസ്തമാണ്, വികൃതമായ ക്രിസ്റ്റലുകൾ. അദ്ദേഹം സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അടുക്കലുണ്ടായിരുന്ന വെള്ളത്തെ ഫ്രീസ് ചെയ്ത് ക്രിസ്റ്റലുകളെ അതിൻ്റെ ഫോട്ടോ സഹിതം അദ്ദേഹം തെളിയിച്ചു. എന്നാൽ ശാസ്ത്രം അതൊരു വലിയ ശാസ്ത്രീയ വിഷയമായിട്ട് എടുത്തിട്ടൊന്നുമില്ല. എങ്കിലും അതിനകത്ത് ഒരു സത്യമുണ്ട്. നമ്മൾ ഒരു വാക്ക് പറയുമ്പോൾ ആ വാക്ക് മറ്റുള്ളവർക്ക്, പ്രകൃതിക്ക് ഒക്കെ മാറ്റം കൊണ്ടുവരുന്നുണ്ട്. നമ്മൾ പറയുന്ന വാക്കുപോലെ നല്ല വാക്കുകൾ പറഞ്ഞാൽ, ഈ ഗാർഡനിങ്ങിൽ പുതിയ ഗവേഷണം എന്ന് പറയുന്നത് ചെടികളോട് സംസാരിച്ചാൽ ചെടികൾക്ക് വേഗത്തിൽ വളർച്ചയുണ്ടാകുമെന്ന്. അപ്പോൾ എനിക്കറിയാവുന്ന ഒരു പെൺകുട്ടി അവളുടെ വീട്ടിലെ ചെടികളോട് വളരെ ഓമനിച്ച് ചക്കരെ മുത്തേന്നൊക്കെ വിളിക്കുന്ന വ്യക്തികളുണ്ട്. നമ്മൾ കേൾക്കുമ്പോൾ ഇതെല്ലാം വിഡ്ഢിത്തരമാണെന്ന് തോന്നും. എന്നാൽ വാസ്തവത്തിൽ ആ ചെടികളെല്ലാം നന്നായിട്ട് സമൃദ്ധമായി വളരുന്നുണ്ട്. ഓമനിച്ച് ലാളിച്ച് വല്ല കാലത്തും വെള്ളമൊഴിക്കുന്ന ആൾക്കാരുടെ കാര്യമല്ല പറയുന്നത്. ആ ചെടികളെയൊക്കെ ഒന്ന് ഓമനിക്കുമ്പോൾ, ആ ചെടികളോട് സംസാരിക്കുമ്പോൾ അതിന് മാറ്റമുണ്ട്. യേശു തന്നെ അത്തിയോട് പറഞ്ഞു, ഇനി ഒരു നാളും നിന്നിൽ ഒരു ഫലവും കാണാതെ പോകട്ടെ. ഉടനെ അത് ഉണങ്ങിപ്പോയി. അതിന് വിഷമം വന്നു, അറ്റാക്ക് വന്നു, തീർന്നു പോയി. ഇതുപോലെ വേണമെങ്കിൽ നമുക്ക് നല്ല വാക്ക് പറഞ്ഞ് പലതിനെയും ജീവിപ്പിക്കാം. അല്ലെങ്കിൽ മോശമായി സംസാരിച്ച് പ്രകൃതിയിൽ സാഹചര്യങ്ങളിലും മോശം കൊണ്ടുവരാം. മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിലാണ്. നമ്മളാ തീരുമാനിക്കുന്നത് എന്ത് സംഭവിക്കണം, എന്ത് സംഭവിക്കരുത്. നാവിനെ നന്നായിട്ട് ഉപയോഗിക്കുവാൻ ഈ മാസം യേശു കർത്താവ് നമുക്ക് അധികമധികമായ കൃപകൾ നൽകി തരട്ടെ എന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമുക്ക് റോമ ലേഖനത്തിലെ 10-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിലേക്ക് വരാം. അവർ ദൈവത്തിൻ്റെ നീതി അറിയാതെ സ്വന്തം നീതി സ്ഥാപിപ്പാൻ അന്വേഷിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ നീതിക്ക് കീഴ്പ്പെട്ടില്ല. സ്വന്തം നീതി, ദൈവത്തിൻ്റെ നീതി. ഇസ്രായേൽ ജനത്തെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, അവർ പരാജയപ്പെട്ടതിൻ്റെ കാരണം, അവർ വിശ്വാസത്തിലേക്ക് ചുവടുവെക്കാൻ കഴിയാതെ പോയതിൻ്റെ കാരണം, അവരെന്തൊക്കെയോ ചെയ്യുന്നത് നീതിയാണെന്ന് അവർക്ക് തന്നെ അവരിലൊരു തോന്നലുണ്ടായി. അതുകൊണ്ട് അവർക്ക് ദൈവത്തിൻ്റെ നീതിക്ക് കീഴ്പ്പെടാൻ കഴിയാതെ അവർ പരാജയപ്പെട്ടു പോയി. ചിലരുണ്ട് സ്വന്തം നീതിയിൽ ജീവിക്കുന്നു, സ്വയം നീതിക്കാർ. ഞാൻ പറഞ്ഞതാണ് ശരി, അത് കറക്റ്റാണ്, ഇല്ല ഇനി ആരെല്ലാം പറഞ്ഞാലും ഞാൻ മാറ്റുകയില്ല. അങ്ങനെയുള്ള വ്യക്തികൾ പരാജയപ്പെടും. ഒരു കൊച്ചു കുട്ടി ഒരു കാര്യം പറഞ്ഞാൽ അത് നേരാണെങ്കിൽ അതിലേക്ക് കീഴ്പ്പെടാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മളൊരു വിജയമായി മാറും. എത്രയോ പേര് എത്രയോ നല്ല കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നു. ഒരിക്കലും ഒരു ചെറുപ്പക്കാരൻ തൊപ്പി വെച്ചുകൊണ്ട് വഴി കൂടി നടന്നു പോവുകയാണ്. അവനീ നടന്നു പോകുമ്പോൾ എതിർവശത്തുകൂടി വന്ന ഒരു അപ്പച്ചൻ അത് കണ്ടിട്ട്, എടാ തൊപ്പി വെച്ചാൽ തൊപ്പിയുടെ ആ ഷെയ്ഡ് ഫ്രണ്ടിലോട്ടല്ലേ ഇരിക്കേണ്ടത്, അതിനല്ലേ അത് വെച്ചിരിക്കുന്നത്, എല്ലാവരും അങ്ങനെയല്ലേ വെക്കുന്നത്, ഞങ്ങളൊക്കെ അങ്ങനെയാണ് വെക്കുന്നത്, നീ എന്താടാ ഈ വേറൊരു രീതിയിൽ വെച്ചുകൊണ്ട് നടക്കുന്നത്, അവനീ അതിൻ്റെ ഷെയ്ഡ് സൈഡിലോട്ടാണ് വെച്ചേക്കുന്നത്. അപ്പോൾ അവൻ അതിനൊരു മറുപടി പറഞ്ഞത്, അപ്പച്ച ഇപ്പോൾ സൂര്യൻ ഈ വശത്താണ്,
അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പോഴാണ് അപ്പച്ചൻ അറിയുന്നത്, വർഷങ്ങളായിട്ട് അറിയാത്തൊരു കാര്യം അപ്പച്ചന് മനസ്സിലായി. എന്താണ്? ഈ തൊപ്പിക്ക് ഷെയ്ഡുള്ളത് സൂര്യൻ ഉള്ള ഭാഗത്തേക്ക് തിരിച്ചു വെക്കാനാണ്. അപ്പോൾ ചിലർ തൊപ്പിയുടെ ഷെയ്ഡ് പുറകോട്ട് വെക്കും. നമ്മൾ പറയും ഇവനൊക്കെ അഹങ്കാരം കൂടിയിട്ടാണ്, ഇപ്പോഴത്തെ ഫാഷൻ. അതൊന്നുമല്ല, അവൻ അതിൻ്റെ ശരിയായ ഉപയോഗം അറിഞ്ഞാണ് ചെയ്യുന്നത്. നീതി ഇതുപോലെയാണ്. ചിലർക്ക് സ്വയം നീതിയാണ്, ഞാൻ ചെയ്യുന്നതാണ് കറക്റ്റ്. ഞങ്ങൾ ചെറുപ്പം മുതലേ ഫ്രണ്ടിലോട്ട് അതിൻ്റെ ഷെയ്ഡ് വെച്ചിട്ടേ നടക്കും. എന്നാൽ പുതിയ തലമുറ അങ്ങനെയല്ല, അതിൻ്റെ ഉപയോഗം അനുസരിച്ച് അത് വയ്ക്കും. അപ്പോൾ ഞാൻ പറയുന്നതാണ് ശരി, ഞാൻ ചെയ്യുന്നതാണ് ശരി എന്ന് തെറ്റിദ്ധരിക്കരുത്. മറ്റുള്ളവർ പറയുന്നതിലും ഒരു സത്യമുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയണം. യഹൂദന്മാർക്ക് വന്ന ഏറ്റവും വലിയ അബദ്ധം അവിടെ എഴുതിയിരിക്കുന്നു, അവർ ദൈവത്തിൻ്റെ നീതി അറിയാതെ സ്വന്തം നീതി സ്ഥാപിപ്പാൻ അന്വേഷിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ നീതിക്ക് കീഴ്പ്പെട്ടില്ല. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന ഒരു വലിയ വിഷമമേറിയൊരു കാര്യമുണ്ട്. യേശുവിനെ അവർ ഉപദ്രവിച്ചു എന്നാണ് അതിലെഴുതിയിരിക്കുന്നത്. എന്താണ്? ശബത്തിൽ സൗഖ്യമാക്കിയതുകൊണ്ട്. ശബത്തിനെ ലംഘിച്ചു. കാരണം ശബത്താണ് അവരുടെ നീതി. എന്നാൽ യേശുവിൻ്റെ നീതി എന്തായിരുന്നു? ശബത്തിലും സൗഖ്യമാക്കുന്നതാണ് യേശുവിൻ്റെ നീതി. ശബത്തിൽ അനങ്ങാതിരിക്കുന്നതാണ് യഹൂദൻ്റെ നീതിയെങ്കിൽ, യേശു ശബത്തിനെ ലംഘിച്ചതല്ല, ശബത്ത് എന്ന നീതിയേക്കാൾ വലിയ നീതി നടത്തി ശബത്തിനും യേശു കർത്താവായി തീർന്നു. ഇന്നത് കേൾക്കുന്ന ഓരോ വ്യക്തികളും അറിയണം, നമ്മൾ ചെയ്യുന്നത് നീതിയായിരിക്കും, എന്നാൽ അതിനേക്കാൾ വലിയ നീതികൾ ഉണ്ട് എന്ന് മനസ്സിലാക്കണം. യോഹന്നാൻ 5-ൽ യേശു ഒരു 38 വർഷത്തോളം കിടന്നുപോയ ഒരു മനുഷ്യനെ എഴുന്നേൽപ്പിച്ച് കിടക്കയെടുത്ത് വീട്ടിൽ പോകാൻ പറഞ്ഞു. അത് ഒരു ശബത്ത് ദിവസമായിരുന്നു. ശബത്തിൽ തിന്മ ചെയ്യണോ നന്മ ചെയ്യണോ, ഏതാണ് വേണ്ടതെന്ന് യേശു പിന്നീട് പലയിടത്തും ചോദിക്കുന്നുണ്ട്. ഒരു മനുഷ്യനെ ഉപകാരം ചെയ്യുന്നതല്ലേ നീതി? ശബത്ത് എന്ന ഒരാചാരം ആചരിക്കുന്നതിനേക്കാൾ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നതാണ് നീതിയെന്ന് യേശു പറയുന്നു. ഇവിടെ നമ്മൾ വായിച്ചത്, അവർ ദൈവത്തിൻ്റെ നീതി അറിയാതെ സ്വന്തം നീതി സ്ഥാപിപ്പാൻ അന്വേഷിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ നീതിക്ക് കീഴ്പ്പെട്ടില്ല. നമ്മുടെ പല കാര്യങ്ങളും നമുക്ക് നീതിയായിട്ട് തോന്നും, എന്നാൽ ദൈവത്തിൻ്റെ നീതിയുടെ മുൻപിൽ അതിന് ഒരു വിലയുമില്ല. അതുകൊണ്ട് നന്നാകാൻ നോക്കണം. ഈ മാസം എൻ്റെ ഇത്രയും വർഷത്തെ ഞാൻ പറഞ്ഞതാണ് ശരി, ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പുണ്ട് എന്ന ഒരു അഹങ്കാരത്തിൽ നിൽക്കാതെ ഇനിയും പഠിക്കാനുണ്ട്. ബൈബിൾ വായിക്കുമ്പോൾ ഞാൻ ഇപ്പോൾ പോകുന്നതിനേക്കാൾ മേത്തരമായ കാര്യങ്ങൾ ദൈവത്തിന് എന്നിലൂടെ ചെയ്യാനുണ്ട്. ഞാനിപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളിൽ മാറ്റങ്ങൾ വരുത്തണമെന്ന ഒരു മനോഭാവം നമുക്കുണ്ടെങ്കിൽ നമ്മൾ നന്നാകും. എത്ര പ്രായമായാലും ഒരു കൊച്ചുകുട്ടി പോലും പറയുന്ന കാര്യങ്ങളെ മനസ്സിലാക്കി ജീവിതത്തിൽ തിരുത്താൻ തയ്യാറാണോ, നിങ്ങളുടെ ഈ മാസം അത്ഭുത മാസമായി മാറും. നിങ്ങളുടെ ഓരോ ദിവസവും ജയത്തിൻ്റെ ദിവസങ്ങളായി മാറും. ഇനിയും നമുക്ക് നല്ല ഭാവിയുണ്ട്. ആ ഭാവിയെ പിടിച്ചെടുക്കാൻ കർത്താവ് കൃപ തരട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കൈകളിലേക്ക് ഈ മക്കളെ ഏൽപ്പിക്കുന്നു. ഈ മാസത്തിലെ എല്ലാ ആഴ്ചകളും ഈ മക്കൾക്ക് ജയമാകട്ടെ. ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ തിരുവെഴുത്തിലെ സത്യങ്ങൾ മനസ്സിലാക്കി, തിരുവെഴുത്തിലെ നീതികൾ മനസ്സിലാക്കി, സ്വന്തം നീതികളെ മാറ്റിവെക്കാനുള്ള മനോബോധം എല്ലാവർക്കും ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നാളെ ഇതേ സമയത്ത് ഒരുമിച്ച് കാണാം. ഗോഡ് ബ്ലെസ് യു. സ്തോത്രം സ്തോത്രം യേശുവേ, സ്തോത്രത്തിനെന്നും യോഗ്യനേ.
സകല നാവും പാടുന്നു ദൈവം പരിശുദ്ധൻ. യേശു പരിശുദ്ധൻ. യേശു പരിശുദ്ധൻ. യേശു പരിശുദ്ധൻ. യേശു പരിശുദ്ധൻ. ഹല്ലേലൂയ ആമേൻ. ഹല്ലേലൂയ ആമേൻ. ഹല്ലേലൂയ ആമേൻ. ഹല്ലേലൂയ ആമേൻ. പാപഭാരം ചുമന്നതാ ദൈവത്തിൻ കുഞ്ഞാടു സകല നാവും പാടുന്നു ദൈവം പരിശുദ്ധൻ. പാപഭാരം ചുമന്നതാ ദൈവത്തിൻ കുഞ്ഞാടു സകല നാവും പാടുന്നു ദൈവം പരിശുദ്ധൻ. യേശു പരിശുദ്ധൻ. യേശു പരിശുദ്ധൻ. യേശു പരിശുദ്ധൻ. യേശു പരിശുദ്ധൻ. ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ. ഹല്ലേലൂയ ആമേൻ. ഹല്ലേലൂയ ആമേൻ. ഹല്ലേലൂയ ആമേൻ. ദൂതരും സർവ സൃഷ്ടികളും വാഴ്ത്തും ഏകദൈവമേ. സകല നാവും പാടുന്നു ദൈവം പരിശുദ്ധൻ. ദൂതരും സർവ സൃഷ്ടികളും വാഴ്ത്തും ഏകദൈവമേ. സകല